നമസ്കാരം, ജനുമാഷാണ്. മലയാളം പഠിക്കാം 10-10 ഭാഗം നമ്പർ 7ലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യം നമ്പർ 1. മലയാളത്തിലെ ശാകുന്തളം, കേരള ശാകുന്തളം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ഏത്? നളചരിതം ആട്ടക്കഥ, നളചരിതം കിളിപ്പാട്ട്, നളചരിതം തുള്ളൽ, അഭിജ്ഞാന ശാകുന്തളം എന്നിവയാണ് ഉത്തരങ്ങളായി നൽകിയിട്ടുള്ളത്. ശരി ഉത്തരം നളചരിതം ആട്ടക്കഥ എന്നതാണ്. നാടകീയത മുറ്റി നിൽക്കുന്ന ശാകുന്തളം നാടകം പോലെ ഗംഭീരമായതുകൊണ്ടാണ് നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിളിക്കുന്നത്. നളചരിതം തുള്ളലും നളചരിതം കിളിപ്പാട്ടും കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളാണ് എന്ന് ഓർക്കുമല്ലോ. ദക്ഷയാഗം, ഉത്തരാസ്വയംവരം, കീചകവധം എന്നീ ആട്ടക്കഥകൾ ആരുടേത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഉണ്ണായി വാര്യർ, കോട്ടയത്ത് തമ്പുരാൻ, ഇരയിമ്മൻ തമ്പി, ഒളപ്പമണ്ണ എന്നീ ഉത്തരങ്ങൾ. ശരി ഉത്തരം ഇരയിമ്മൻ തമ്പി എന്നതാണ്. നളചരിതം ആട്ടക്കഥയ്ക്ക് AR എഴുതിയ വ്യാഖ്യാനമേത് എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. ആട്ടപ്രകാരം, ക്രമദീപിക, കാന്താരതാരകം, വനജ്യോത്സന എന്നിവയാണ് ഉത്തരമായി കൊടുത്തിട്ടുള്ളത്. ശരി ഉത്തരം കാന്താരതാരകം ആണ്. കാന്താരം വനമാണ്, താരകം നക്ഷത്രമാണ്. വനജ്യോത്സന എന്നത് കാളിദാസൻ്റെ ശാകുന്തളം നാടകത്തിലെ മുല്ലവള്ളിയുടെ പേരാണ്. ആട്ടപ്രകാരവും ക്രമദീപികയും തോലൻ്റെ രചനകളാണ്. കലാമണ്ഡലം ഹൈദരാലി ഏതു മേഖലയിലാണ് പ്രശസ്തനായത് എന്നതാണ് നാലാമത്തെ ചോദ്യം. കഥകളി സംഗീതം, കഥകളി വാദ്യം, പച്ചവേഷം, ആട്ടക്കഥാരചന എന്നിവയാണ് ഉത്തരമായി കൊടുത്തിട്ടുള്ളത്. ശരി ഉത്തരം കഥകളി സംഗീതം എന്നതാണ്. ചോദ്യം നമ്പർ 5. കഥകളി മോരിലെ വെണ്ണ എന്ന വിശേഷണം നേടിയ കലാകാരൻ ആര് എന്നതാണ്. ശരിയായ ഉത്തരം കലാമണ്ഡലം കൃഷ്ണൻ നായർ എന്നാണ്. മോരിൽ വെണ്ണയെന്ന പോലെ കഥകളിയിൽ ലയിച്ച വ്യക്തിയായിരുന്നു കലാമണ്ഡലം കൃഷ്ണൻ നായർ എന്നാണ് ഈ വിശേഷണത്തിൻ്റെ സൂചന. കഥകളിയുമായി ബന്ധപ്പെട്ട ഏതു മേഖലയിലാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി പ്രശസ്തനായത് എന്നതാണ് ആറാമത്തെ ചോദ്യം. മദ്ദളം, പൊന്നാനി, ശിങ്കിടി, ചെണ്ട എന്നിവയൊക്കെയാണ് ഉത്തരങ്ങൾ. ശരി ഉത്തരം ചെണ്ട എന്നതാണ്. പാട്ടുണ്ണിചരിതം എന്ന ആട്ടക്കഥ ആരുടേത് എന്നതാണ് ഏഴാമത്തെ ചോദ്യം. ശരി ഉത്തരം ചേലപ്പറമ്പ് നമ്പൂതിരി എന്നതാണ്. ആട്ടക്കഥാരംഗത്തുണ്ടായ സൂകരപ്രസവം, ആട്ടക്കഥകളുടെ ജനനം തടയുന്നതിന് വേണ്ടി എഴുതപ്പെട്ട കൃതിയാണ് പാട്ടുണ്ണിചരിതം എന്ന് കരുതപ്പെടുന്നു. ആട്ടക്കഥാരംഗത്തെ വനിതകളുടെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ചുള്ളതാണ് എട്ടാമത്തെ ചോദ്യം. ആട്ടക്കഥ എഴുതിയ ആദ്യ വനിത എന്ന ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം കുട്ടിക്കുഞ്ഞു തങ്കച്ചി എന്നതാണ്. ശ്രീമതി സ്വയംവരം, പാർവതീ സ്വയംവരം, മിത്രസഹമോക്ഷം എന്നിവയാണ് അവർ എഴുതിയ ആട്ടക്കഥകൾ. ചോദ്യം നമ്പർ 9. കഥകളി വിജ്ഞാനകോശം തയ്യാറാക്കിയത് ആര് എന്നതാണ്. ഐമനം കൃഷ്ണകൈമൾ എന്നതാണ് ശരിയായ ഉത്തരം. കർണശപഥം ആട്ടക്കഥ ആരെഴുതി എന്നതാണ് 10ാമത്തെ ചോദ്യം. NV കൃഷ്ണവാര്യർ, മാലി മാധവൻ നായർ, V കൃഷ്ണൻ തമ്പി, ഒളപ്പമണ്ണ എന്നിവയാണ് ഉത്തരമായി കൊടുത്തിട്ടുള്ളത്. ശരി ഉത്തരം മാലി എന്നറിയപ്പെടുന്ന മാധവൻ നായരാണ്. ചിത്രാംഗത, ബുദ്ധചരിതം എന്നീ ആധുനിക ആട്ടക്കഥകൾ NV കൃഷ്ണവാര്യർ എഴുതിയതാണ്. ഒളപ്പമണ്ണയുടെ അമ്പയും കൃഷ്ണൻ തമ്പിയുടെ താടകാവധവും നവീന ആട്ടക്കഥകളാണ്. കൂടുതൽ ചോദ്യങ്ങൾക്കും മലയാളം സംബന്ധിച്ച അധിക വിവരങ്ങൾക്കും മലയാളം മാഷ് ബ്ലോഗ് സന്ദർശിക്കാം. MALAYALAM JENUMASH.blogspot.com. നന്ദി.